ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ആ സ്ഥലവും കാര്യങ്ങളും അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. അപ്പോൾ രാവിലെ പോണതിൻ്റെ തിരക്കാണ്. രാവിലെ നേരത്തെ എണീച്ചത് കുളിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ്. എനിക്കാണെങ്കിൽ എവിടെയും പോവാ പറഞ്ഞാൽ ആ ദിവസം ഉറക്കുകയില്ല. ഞാനപ്പോൾ രാത്രി തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരത്തെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ രാവിലെ നേരത്തെ പോണേ. അപ്പോൾ ഇന്ന് പോണ സ്ഥലം ഡോൺ ഹിൽസാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് ഗുജറാത്തിലെ ഒരു ഹിൽ സ്റ്റേഷനാണ്. ഈ സാപുതാര അതുപോലത്തെ ഒരു ഹിൽ സ്റ്റേഷനാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നതിൻ്റെ അവിടെ നിന്ന് എനിക്കൊരു 100-200 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇത് ഗുജറാത്തിലെ സെക്കൻഡ് ഹിൽ സ്റ്റേഷൻ, അതുപോലെ രണ്ടാമത്തെ വലിയ ഹിൽ സ്റ്റേഷനാണെന്നാണ് പറയണേ. ഞങ്ങൾ ബസ്സിലാണ് പോയത്. ഞങ്ങൾ ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് ബസ്സിലാണ് പോയത്. പക്ഷേ പോവുകയാണെങ്കിൽ നമ്മൾ ബാച്ചിലേഴ്സോ അല്ലെങ്കിൽ പിള്ളേരായിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ബൈക്കിലാണ് പോകേണ്ടത്. കാരണം ബൈക്കിൽ പോകുമ്പോൾ ഒരു അടിപൊളി ഫീലാണ്. ഇത് ചുറ്റും തണുപ്പും മഴയും. ബൈക്കിൽ പോകണതിൻ്റെ ആ സുഖം കിട്ടില്ല. അപ്പോൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ ബൈക്കിൽ പോവുക, പക്ഷേ നോക്കിയിട്ടൊക്കെ പോകണം. നല്ല ഡേഞ്ചറാണ്. അപ്പോൾ നോക്കിയിട്ടൊക്കെ ഒന്ന് പോകണം. പിന്നെ ഇവിടെ കഴുകൻ്റെ ഒരു പ്രതിമയുണ്ട്. അപ്പോൾ അതാണ് എൻട്രി. അവിടെ നിന്നൊരു 6 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം. അത് ബസ്സാണെങ്കിൽ ബസ് വിട്ടാക്കില്ല, കാരണം അത് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അവരുടെ വണ്ടിയുണ്ട്, അല്ലെങ്കിൽ ബൈക്കാണെങ്കിൽ നമ്മുടെ ബൈക്കും കൊണ്ട് പോവുക. പക്ഷെ ആ ഒരു 6 കിലോമീറ്റർ അടിപൊളിയാണ് ഡ്രൈവ് ചെയ്യാനും കാര്യങ്ങളും. അതൊരു നല്ലൊരു വ്യൂ ഒക്കെയാണ്. നമ്മുടെ വണ്ടിയിൽ വന്ന് അവിടെ പാർക്ക് ചെയ്യാനും പിന്നെ റൂം എടുക്കാനും അതുപോലെ ഫുഡ് സ്പോട്ടും ഇതെല്ലാം ഉണ്ട്. നമുക്ക് എല്ലാം ഇവിടെ തന്നെ കിട്ടും. ഇവിടെ പിന്നെ ഹിൽ സ്റ്റേഷൻ്റെ മുകളിൽ സിറ്റിംഗ് ഏരിയയും പിന്നെ അതുപോലെ കഫേ, വ്യൂ പോയിൻ്റ് അതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പ്രകൃതി ആസ്വദിച്ച് ഇതെല്ലാം ഫുഡും ഉണ്ട്. അതുപോലെ നമുക്ക് ചായക്ക് ചായ അതെല്ലാം കിട്ടും. അങ്ങനെ ഞാൻ ഗുജറാത്തിൽ വന്നപ്പോൾ വിചാരിച്ച ഒരു സ്ഥലമായിരുന്നു ഇവിടേക്ക് പോകണമെന്ന്. അപ്പോൾ അങ്ങനെ അവിടെ എത്തി ഞാൻ. നമ്മളങ്ങോട്ട് ആഗ്രഹിക്കുക, ബാക്കിയൊക്കെ നടക്കും. ഞങ്ങൾ പിന്നെ ഫുഡിൻ്റെ എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഫുഡൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുക. എല്ലാവരും കൂടെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുക, എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങളൊക്കെ കിട്ടിയാൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് നമ്മൾ തന്നെ ഗ്യാസും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക. പക്ഷെ അത് നല്ലൊരു രസമായിരുന്നു. കാരണം വെറൈറ്റി ഫുഡ് ഈ ഒരു ചെറിയൊരു സമയത്തിനുള്ള ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയില്ലേ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇവിടെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മളങ്ങനെ ചെയ്തത്. പിന്നെ മുകളിൽ പോയി ചെറിയൊരു ഐസ്ക്രീം കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു എന്നല്ലാണ്ട് ഐസ്ക്രീം ഇല്ല. ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഞാനൊക്കെ ചായ കുടിച്ചുള്ളൂ. ചായ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ കഴിച്ചു എന്നല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. അങ്ങനെ ഫുഡും കഴിച്ചിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലോട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് പോവുകയാണ്. പിന്നെ ഇതാണ് എൻ്റെ ടീം. അപ്പോൾ ഞാൻ ഇവരൊക്കെ ഒപ്പമാണ് വന്നത്. പിന്നെ ഇതൊരു ഫാമിലി ട്രിപ്പാണ്, എല്ലാവരും ഉണ്ട്. ഞങ്ങളൊരു 3-4 പിള്ളേർ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഫാമിലിയാണ്. ഇതിപ്പോൾ നല്ല മഴയും വന്നു, ഞങ്ങൾക്ക് ആ ഒരു ടൈമും കിട്ടി. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തു, പെട്ടെന്ന് എല്ലാവരും ഓക്കെ ഡൺ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി. ഇനി ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ടൈമിനൊക്കെ ഇവിടെ ഫുള്ള് നല്ല നല്ല പരിപാടി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെയാണ്. ഞാനപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇടും. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇവരൊക്കെ ഞങ്ങളുടെ സാറുമാരാണ്. പക്ഷേ എന്നാലും ഇവർ സാറുമാരുമാരൊന്നുമല്ല, നമ്മളെ ഏട്ടന്മാരെ. പിന്നെ ഇവിടുന്ന് ജീപ്പൊക്കെ ഉണ്ട്, ഓഫ് റോഡ് ജീപ്പൊക്കെ ഉണ്ട്. ഇവർ പിന്നെ ഓഫ് റോഡ് അല്ലേ, നമ്മുടെ നാട്ടിലുള്ള മേലെ തന്നെ, ഈ നെല്ലിയാമ്പതിയും അവിടേക്കുള്ള മേലെ ഫുൾ ഓഫ് റോഡാണ്. അപ്പോൾ അടിപൊളിയായിട്ട് അവർ അതിൽ പോയാൽ നമുക്ക് ഇത്തിരി സേഫാണ്. അവർ ക്യാഷ് ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് സേഫാണ്. ഞാനാണെങ്കിൽ പിന്നെ റെയിൻ കോട്ടോ ഇതൊന്നും എടുത്തില്ല, കാരണം നല്ല മഴയുണ്ടായിരുന്നു. ഞാൻ ഒരു കോടയും കൊണ്ടാണ് വന്നത്. എൻ്റെ റെയിൻ കോട്ട് എടുത്തതുമില്ല, കോടയൊക്കെ പറന്നുപോയി, അത്രയും കാറ്റ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് റെയിൻ കോട്ടും വാങ്ങി, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. പിന്നെ ഇവിടെ കഴുകൻ്റെ ഒരു വലിയൊരു പ്രതിമയുണ്ട്. അപ്പോൾ ഞാൻ അതെന്താ സംഭവം, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ പണ്ട് കുറേ കഴുകനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ മുകളിലും വലിയൊരു കഴുകൻ്റെ പ്രതിമയൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഞാൻ ആദ്യം ഗസ്റ്റ് ഹൗസ് മാതിരി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വിചാരിച്ചു. എന്നിട്ട് അതിൻ്റെ അടുത്ത് പോയതാണ്. പക്ഷേ അത് ഗസ്റ്റ് ഹൗസ് ഒന്നുമല്ല, അത് ബാത്റൂമാണ്. നല്ല അടിപൊളിയായി ക്രിയേറ്റീവായി ചെയ്തിട്ട് ബാത്റൂം ആക്കി അവർ. പിന്നെ ഈ മഞ്ഞ് എൻ്റെ ഫോണിൻ്റെ കുഴപ്പമില്ല, അവിടെ നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ നല്ല മഞ്ഞും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ ആ പ്രതിമയൊക്കെ ഉണ്ട്. ആ പ്രതിമയെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷെ അത് കടത്തി വിടണില്ല ഇപ്പോൾ, കാരണം അവിടെ എന്തോ സെക്യൂരിറ്റി പർപ്പസ് എന്തോ ഉണ്ട് എന്നിട്ട് അവിടെ കടത്തി വിടണില്ല. പിന്നെ ഇവിടേക്ക് പോവുകയാണെങ്കിൽ നല്ല മഴയൊക്കെ ഉള്ളപ്പോഴൊക്കെ പോയാൽ നല്ല രസമാണ്. കാരണം മഴയത്തൊക്കെയാണ് ഈ ഒരു സ്ഥലവും. പിന്നെ അതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. അല്ലാണ്ട് വെയിലത്തും നല്ല ചൂടത്തൊന്നും പോയിട്ട് കാര്യമില്ല. വെറും പാറയും അതൊക്കെയാണ്. പക്ഷെ മഴയത്ത് പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്.
പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടെ പോകുമ്പോൾ നല്ല രസമാണ്. എല്ലാവരും എൻജോയ്മെൻ്റൊക്കെ ചെയ്ത് അങ്ങനെ അടിച്ചു പൊളിച്ച് പോവുകയൊക്കെ ചെയ്തു. നല്ല മഴയും കൊണ്ടു. ഉള്ള മഴ മൊത്തം ഞാൻ കൊണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളത്തെ അവസ്ഥ എന്താണാവോ. പിന്നെ പോണ വഴിയിലൊക്കെ വെള്ളച്ചാട്ടങ്ങളാണ്. അടുത്ത് ചെറിയ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവും. പിന്നെ ഈ കാണുന്നത് ഒരു നദിയാണ്. ഇതിനെ യൂ ടേൺ റിവർ എന്താണ് പറയുന്നത്. ഇതിൻ്റെ പേര് യൂ ടേൺ റിവറാണ്. കാരണം ഇതിങ്ങനെ വന്നിട്ട് യൂ ടേൺ അടിച്ച് പോകും, തിരിച്ച് അതേമാതിരി പോവും. എല്ലാവരും പിന്നെ നല്ല വൈബാണ്, അടിപൊളി വൈബിലാണ് എല്ലാവരും. കാരണം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഭക്തിപ്പാട്ടൊക്കെ ഇട്ടപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഭക്തിയൊക്കെ ആയിട്ട് പോവോ വിചാരിച്ചു. പക്ഷേ എല്ലാവരും അടിപൊളിയാണ്. കാരണം ആ ഒരു ഭക്തി പാട്ടാണെന്നേ നമുക്ക് തോന്നിയില്ല. ഫുള്ള് അടിച്ചുപൊളി പാട്ട് മേലെ ആക്കി നമ്മൾ. ഫുഡ് എന്തോരം അറിയോ, എത്ര വെറൈറ്റികളാണ്. അത് ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ അതെന്തായാലും ഇടും. കാരണം ഫുഡ് ഒരുപാട് രീതികളില്ല ഫുഡ്. പിന്നെ ഫുഡും കഴിച്ച് പാതിരാത്രിയായി വീട്ടിലെത്തുമ്പോൾ. നാട്ടിലൊക്കെയാണെങ്കിൽ അമ്മ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും, എവിടെ എത്തി. പിന്നെ അച്ഛൻ്റെ വക വേറെ ചീത്ത. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.